രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ രുചിയേറിയ വിഭവം നമുക്ക് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു നാരങ്ങാച്ചാറാണ്. അതിനുവേണ്ടി നമ്മൾ ഏകദേശം വലിയ 10 നാരങ്ങ എടുത്തിട്ടുണ്ട് ഇവിടെ. അത് നമ്മൾ 20 മിനിറ്റോളം നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഉപ്പുവിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മളത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഏകദേശം ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ് ഇവിടെ. അതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. 10 നാരങ്ങ, വലിയ നാരങ്ങയാണ് അത്. അപ്പം നമ്മുടെ കയ്യിലുള്ള നാരങ്ങ അനുസരിച്ച് എടുക്കുക. ഈ വലിയ 10 നാരങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മൾ കാണിക്കുന്നത്. കറിവേപ്പില ഒരു 4-5 തണ്ടുണ്ട്, അത് നമ്മൾ എടുത്തേക്കുന്നത്. 4 പച്ചമുളക് അരിഞ്ഞെടുത്തേക്കുന്നതാണിത്. ഇത് ഏകദേശം ഒരു 100 ഗ്രാം ഇഞ്ചി നമ്മൾ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നു, ക്രഷ് ചെയ്തെടുത്തേക്കുന്നതാണിത്. പിന്നെ ഇത് ഗാർലിക്, അത് വെളുത്തുള്ളിയും ഒരു 100 ഗ്രാം ഉണ്ട്. ഇത് 2 ടീസ്പൂണ് ഉലുവ പൊടിച്ചെടുത്തേക്കുന്നു. അത് ഉലുവ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ് അത്. പിന്നെ ഇത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്. പിന്നെ കടുക്, അത് എണ്ണയിലിട്ട് തിളപ്പിക്കാനുള്ള കടുകുണ്ട്, ഉലുവയുണ്ട്. പിന്നെ വിനാഗിരി, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ്. ഇപ്പം നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നാരങ്ങ മുഴുവന് ഈ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം, വേവിച്ച നാരങ്ങ കേട്ടോ. ഇനി ബാക്കി പ്രോസസ്സ് നമുക്ക് കാണാം. നമുക്കിനി നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ വലിയൊരു പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അത് ചൂടാകാൻ വെച്ചു. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കുവാണ്. നല്ല ചൂടായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ പതിയെ ഒന്ന് ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ആവശ്യത്തിന് കടുക് ചേർക്കുക. ഇത് നീങ്ങിയിരുന്നു കേട്ടോ, നമ്മുടെ മേത്ത് ചേർക്കാതെ. അതിനുശേഷം നേരത്തെ പറയാൻ മറന്നുപോയ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടായിരുന്നു, ചുവന്നുള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി. നമ്മൾ ഒരു 8-10 ഉണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കണം. ഇത് വലിയ ചുവന്നുള്ളി ആയതുകൊണ്ട് ഞങ്ങൾ 2 എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ ചെറിയ സൈസ് ചെറിയ ഉള്ളിയാണ്. ഇത് 10 വേണ്ടി വരും. ഇത്രയും ചെറിയ ഉള്ളി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കരിയാതെ നോക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങ അച്ചാർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ട് വേവിച്ച് നാരങ്ങയാണ് ഇതിൽ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അല്ലെങ്കിൽ അവിഞ്ഞ് കിട്ടിയ നാരങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഒത്തിരി നാൾ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, ഉടനെ തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മൾ എണ്ണ ചൂടായി, അതിനുശേഷം ഉലുവ ഇട്ടു, കടുകിട്ട് പൊട്ടിച്ചു, കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി ഇട്ടു, പിന്നീട് കറിവേപ്പില ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്ന് പതിയെ വഴന്ന് വരട്ടെ. ഇനി അതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്നായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 100 ഗ്രാം വെളുത്തുള്ളി ചോപ്പ് ചെയ്യാം. നമ്മളിത് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇഞ്ചി, അതുപോലെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചോപ്പ് ചെയ്തെടുക്കാം. ചിലർ നീളത്തിൽ സ്ലൈസ് ചെയ്തിടും. ഇതൊന്നും കൂടി അതിൻ്റെ ജ്യൂസും ഫ്ലേവറൊക്കെ ഒന്നും കൂടെ നമുക്ക് നാരങ്ങയിലോട്ടൊക്കെ പിടിക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ട്, പെട്ടെന്ന് തന്നെ ഉപയോഗിക്കേണ്ടതായതുകൊണ്ടാണ് നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുന്നത്. ഇഞ്ചിയും ഗാർലിക്കും ഇട്ടു. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ 4 പച്ചമുളക്, പച്ചമുളകും ഇട്ടു. എല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നതാണ്. പെട്ടെന്ന് ഫ്ലേവർ ഇറങ്ങാനായിട്ടും പെട്ടെന്ന് നാരങ്ങയുടെ കഷ്ണങ്ങളിലോട്ട് അത് പിടിക്കാനായിട്ടുമായിട്ടാണ് നമ്മളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞായിരുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ഇടണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് കുക്കായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർന്നിട്ടുള്ള മിക്സ് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് പൊടികളിടാൻ തുടങ്ങാം.
ഏകദേശം ഇത്രയും വേണം, ഒരു ഗോൾഡൻ കളർ, അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ആദ്യം നമുക്ക് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയധികം നാരങ്ങ ഉള്ളത് കൊണ്ടാണ് ഇത്രയധികം മുളക് പൊടി നമ്മൾ 5 ടീസ്പൂണോളം ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണ തെളിഞ്ഞ് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ ഏകദേശം 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടി പിടിക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ പാകം. നോൺ സ്റ്റിക്കിലല്ലാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ നോൺ സ്റ്റിക്കിൽ ഞങ്ങൾ അധികം ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇളക്കാൻ പറ്റിയില്ലേ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഇനി ഉലുവാപ്പൊടി കേട്ടോ, അവസാനമായിട്ട് നമുക്ക് ചേർക്കാനുള്ള പൊടി ഉലുവാപ്പൊടിയാണ്. അത് നമ്മൾ 2 ടീസ്പൂണോളം ഉലുവാപ്പൊടി നേരത്തെ ഉലുവയൊന്ന് വറുത്തതിന് ശേഷമാണ്. വറുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ ചേർക്കാതെ നമ്മൾ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത ഉലുവാപ്പൊടിയാണത്. അപ്പോൾ ഉലുവ ഇട്ട് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഉലുവയുടെ ഒരു നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. എണ്ണയിൽ കിടന്ന് എല്ലാം നന്നായിട്ട് മൂത്ത് നമുക്കതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ അറിയാം. എല്ലാ പൊടികളും മിക്സായി. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിനെഗറാണ്, അല്ലെങ്കിൽ വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര നാരങ്ങയുള്ളപ്പോൾ അതിനനുസരിച്ചുള്ള വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒത്തിരി വിനാഗിരി ഒത്തിരി ചൂടാണ്ട നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കുക. ഒത്തിരി എണ്ണയൊന്നും വേണ്ട, ഇത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ മിക്സിന് തന്നെ നല്ല ഒരു ടേസ്റ്റൊക്കെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയധികം നാരങ്ങ ഉള്ളപ്പോൾ അതനുസരിച്ച്, നാരങ്ങ നമ്മൾ പ്രത്യേകിച്ച് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇവിടുത്തെ ഉപ്പിന് ഇച്ചിരി ഉപ്പ് കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഉപ്പിട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാണ് തീർന്ന് നോക്കുക. ഏകദേശം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി തിളയ്ക്കണോ? പതിയെ ചൂടായാൽ മതി. ഓക്കെ, വിനാഗിരി ചേർത്തേക്കുന്നത് തിളയ്ക്കൊന്നും വേണ്ട. പതിയെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും, നമ്മൾ ഓഫ് ഫ്ലെയിമിൽ വെച്ചേക്കുന്നത് പതിയെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഇനി നാരങ്ങ ചേർത്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് ഇനി നാരങ്ങ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതായിരിക്കുന്നത് ഓൾറെഡി നല്ലതായിട്ട് അലിഞ്ഞാണ് അതിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് മിക്സ് ആവുകയും ചെയ്യും. ഉപ്പൊക്കെ നന്നായിട്ട് നാരങ്ങ പിടിച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ള നാരങ്ങയാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള നാരങ്ങയാണ്. ഇങ്ങനെ ജ്യൂസി ആയിട്ടുള്ള നാരങ്ങയാണ് നാരങ്ങ അച്ചാറിന് ഏറ്റവും നല്ലത്. അപ്പം അതിൻ്റെ ആ ഗ്രേവിയൊക്കെ, അച്ചാറിൻ്റെ ഗ്രേവിയൊക്കെ എല്ലാ കഷ്ണത്തിലും പിടിക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇത് പെട്ടെന്ന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ക്രഷ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ, പിന്നെ ഉലുവയൊക്കെ പൊടിച്ചിട്ട് എല്ലാത്തിൻ്റെയും ഫ്ലേവർ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ എല്ലാ പീസസിലും നന്നായിട്ട് പിടിച്ചോളും. അപ്പം നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഞങ്ങളൊന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈസി നാരങ്ങാച്ചാറാണ്. പെട്ടെന്ന് തന്നെ നമുക്കത് ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്യാം. ഇപ്പം വേറെ കറിയൊന്നും ഇപ്പം ഒത്തിരി കറികളൊക്കെ ഇപ്പം നമുക്ക് കടയിലൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. കൊറോണ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ അധികം കറികൾ കൂടാതെ ചോറൊക്കെ ഉണ്ണുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം എല്ലാവരും അഭിപ്രായം അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മമ്മി ഇന്ന് ഒരു നാരങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുവാണ്. കണ്ടിട്ട് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. സാധനം ഉണ്ടാക്കുന്ന പോലെ ആണെങ്കിൽ സൂപ്പറായിരിക്കും. നല്ല പുളിയൊക്കെ ഉണ്ട്, നല്ല ഉപ്പൊക്കെ ഉണ്ട്, കറക്റ്റായിട്ടാണ്, നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളത് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് നോക്കാം.